ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന തുടർ നടപടികൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സീരിയൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിയത്. റിപ്പോർട്ട് അതിനകത്ത് കൊടുത്തിട്ട മൊഴികളെല്ലാം അതിനകത്ത് വിശദമായി കമ്മിറ്റി പരിശോധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷെ അവരെത്തിച്ചേർന്ന നിഗമനങ്ങളാണ് സർക്കാർ പരിഗണിക്കുന്നത്. ആ നിഗമനങ്ങൾ പുറത്തുവിടുന്നതിന് യാതൊരു തടസ്സവും ഞങ്ങളെ സംബന്ധിച്ച്. അത് ആദ്യം തന്നെ പറഞ്ഞതാണ്. അവർ തന്നിട്ടുള്ള നിഗമനങ്ങൾ, നിർദ്ദേശങ്ങൾ ആർക്കും പരിശോധിക്കാം, ആർക്കും പുറത്തുവിടാം. പക്ഷേ അതിനകത്തെ ചില മൊഴിഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ ആരുടെയും പേര് പരാമർശിക്കുന്നില്ലെങ്കിലും വ്യക്തിയുടെ അവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് വേണമെങ്കിൽ അതിനെ നമുക്ക് ആ രൂപത്തിലേക്ക് നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ചില ആളുകൾ വിവരാവകാശ കമ്മീഷൻ സമീപിക്കുന്നത്. വിവരാവകാശ കമ്മീഷൻ കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ച് ബാക്കിയുള്ള ഭാഗം പുറത്തുവിടണമെന്നുണ്ട് ആവശ്യം. അതിൽ വ്യക്തിയെ ഹരിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചുള്ളത് പുറത്തുവിടാനാണ് പറഞ്ഞത്. അതനുസരിച്ചുള്ള തയ്യാറെടുപ്പ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ അവരാണ് ചെയ്യേണ്ടത്. അവർ തയ്യാറാക്കി ഇന്നത് പുറത്തുവിടാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസമാണ്. ആ സമയത്താണ് ആരോ ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. അപ്പോൾ ആ നിയമപരമായ കാര്യം പരിശോധിക്കേണ്ടത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറാണ്. അവർ പരിശോധിച്ചിട്ട് ആവശ്യമായ തുടർ നടപടികൾ നിയമാനുസൃതം ചെയ്യുക എന്നതാണ് അതിൻ്റെ രീതി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പുറത്തു വിടുന്നതിനോ പുറത്തു വിടാതിരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഭാഗത്തും ഞങ്ങളിപ്പോൾ ഇല്ല. കാരണം ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് സീൽഡ് ചെയ്ത് ഞങ്ങൾ വിവരാവകാശ കമ്മീഷന് ഹാൻഡ് ഓവർ ചെയ്തു. അത് സീൽ ചെയ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർക്ക് അവർ ഹാൻഡ് ഓവർ ചെയ്തു. അതിന്മേൽ അവരാണ് തീരുമാനമെടുക്കുന്നത്. കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിശ്ചയിക്കണം. ഇതിപ്പോൾ ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനോട് ഇത് അതൃപ്തി പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ട് ഇതിനെ കാണാൻ പറ്റില്ലേ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കറിയില്ല ആരാ കൊണ്ട് കൊടുത്തത്. ആരോ ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അത് പരിശോധിച്ചിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചല്ലോ. അത് കോടതിയാണ് പരിശോധിക്കേണ്ടത്. ഇതിലൊരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്, ഈ റിപ്പോർട്ടിനകത്ത് ചില ഭാഗങ്ങൾ, വളരെ ചെറിയ ഭാഗങ്ങൾ, ചില ആളുകൾ കൊടുത്ത മൊഴികൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴികൾ ഒരു വ്യക്തിയെപ്പറ്റി പറഞ്ഞിട്ടില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ആരെപ്പറ്റി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിച്ച് നാളെ നമ്മുടെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആളുകളെ പറ്റി മോശത്തരം പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു സമൂഹമാണല്ലോ. നമ്മുടെ മാധ്യമങ്ങളൊക്കെ അതിനുവേണ്ടി ചിലപ്പോൾ നാളെ ഒരു പരിശോധന നടത്തി എന്ത് ചെയ്യും? അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമെന്ന നിലയിൽ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും അത് കൊടുക്കുന്നതിന് നമുക്ക് തടസ്സമില്ല. അപ്പം വിവരാവകാശ കമ്മീഷൻ്റെ മുമ്പാകെ പോയപ്പോൾ അവർ പറയുന്നു അതിൻ്റെ മനുഷ്യരെ ഹനിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചുള്ളത് കൊടുക്കണം. അപ്പോൾ കൊടുക്കാൻ അവർ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ തയ്യാറായി. അപ്പോൾ നമ്മുടെ ജോലിയല്ല. അപ്പോൾ വേറൊരാൾ കോടതിയിൽ പോകും. കോടതി ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ആ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കട്ടെ. എന്തായാലും ഞങ്ങൾക്ക് ഇതേ സംബന്ധിച്ച് യാതൊരു പ്രശ്നമില്ല. കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ എന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളും നിഗമനങ്ങളും പരിശോധിക്കാൻ സിനിമ കോൺക്ലേവ് നടത്താൻ പോകുന്നു നവംബർ മാസത്തിൽ. അതിനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. സുതാര്യമാണ് നമ്മൾ പറയുകയും പക്ഷേ അവസാന നിമിഷം ഇത്തരത്തിലെങ്കിലും സ്റ്റേ വരികയും ചെയ്യുമ്പോൾ ഇതിനകത്ത് ആരേക്ക് ഭയപ്പെടുന്ന എന്തൊക്കെയുണ്ട് എന്നുള്ളത് കൂടെ അതെനിക്കറിയില്ല. അതിനും ഹൈക്കോടതി മുമ്പ് വന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് വിശദമായി പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് എന്തെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ അത് കോടതി കണ്ടെത്തി അത് സംബന്ധിച്ച് തീരുമാനം കോടതി പറയട്ടെ. നമുക്കായിട്ട് ഇനി അഭിപ്രായം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് വന്ന് പോയി കഴിഞ്ഞു. വേറൊരു കാര്യം, മറ്റേ നമ്മുടെ ചെമ്മീൻ വിലക്ക് ഇപ്പോൾ ഒരു വലിയ ഗുരുതര പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണല്ലോ കുറേ കർഷകരുടെ ഇടയിൽ. എങ്ങനെയാണ് സർക്കാർ? അല്ല, അത് വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ കാണുകയാണ്. ഇന്നിപ്പം ഞാൻ കേരളത്തിലെ ട്രേഡ് യൂണിയനുകൾ അതുപോലെ തന്നെ എക്സ്പോർട്ടേഴ്സ് ബന്ധപ്പെട്ടവരുടെ എല്ലാം യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്നൊരു ചർച്ച ഇപ്പോൾ നടക്കാൻ പോകുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം ഇതിലെടുക്കേണ്ട സമീപനം എന്താണ് എന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ കൂട്ടായി കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുക. അതുപോലെ തന്നെ അമേരിക്കൻ എംബസിയുമായി ബന്ധപ്പെട്ടും ശക്തമായ ഇടപെടൽ നടത്തി ഇവരെ 2019 മുതൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന ന്യായം മാത്രമാണോ അതോ ഒരു എക്സ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇതെല്ലാം പരിശോധിക്കണം. എന്തായാലും സംസ്ഥാന ഗവൺമെൻറ് അതിനകത്ത് ശക്തമായി ഒരു നിലപാട്, കാരണം നമുക്കിവിടുന്ന് എക്സ്പോർട്ടിങ് നടത്തിയേ പറ്റൂ. നമുക്ക് നമ്മുടെ വ്യവസായം നിലനിൽക്കണം. ആ കാര്യത്തിൽ ഞങ്ങളുടെ ഒരു സമീപനം വളരെ സുതാര്യമായ സമീപനമാണ്. അതാണ് ഇന്നിപ്പോൾ കൂടാൻ പോകുന്നത്.